നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പിൽ നിന്ന് ഒരു ടീം കൂടി പുറത്തായിരിക്കുന്നു. മൊറോക്കോ പുറത്തായി. ഇനി 7 ടീമുകൾ ബാക്കി. ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? നമ്മൾ റാങ്കിങ് ഒന്ന് നോക്കുകയാണ്. TYC സ്പോർട്സിൻ്റെ റാങ്കിങ് ആണ് അർജൻറ്റീൻ മാധ്യമത്തിൻ്റെ റാങ്കിങ്. 7ാമത്. ഇനിയുള്ള 7 ടീമുകളിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത അവർ കണക്കാക്കുന്നത് സ്വിറ്റ്സർലൻഡിനാണ്. സ്വിറ്റ്സർലൻഡ് അടുത്ത കളി അർജൻറ്റീനയ്ക്കെതിരെയാണ്. സ്വാഭാവികമായിട്ടും അതിൽ അവർ പുറത്താകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലെ വിജയത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് വന്നത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റണ്ണ് തന്നെ, ഇപ്പോൾ അവർ നടത്തിയ റണ്ണ് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശ്രമം അവർ നടത്തും. അത് അർജൻറ്റീനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. 6ാമതാണ് ബെൽജിയം. നിങ്ങൾക്കറിയാമല്ലോ, ഗ്രൂപ്പ് സ്റ്റേജിൽ അങ്ങനെ അത്ര മികവിൽ കളിച്ചതല്ല. പക്ഷേ പിന്നീട് അവർ ഇവോൾവ് ചെയ്ത് വന്നു. വളരെ മനോഹരമായ ഫുട്ബോളാണിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവർക്ക് 6ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഇന്നത്തെ മത്സരം സ്പെയിനെതിരെ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. 5ാം സ്ഥാനത്താണ് നോർവേ. വാവ്, ബ്രസീലിനെയൊക്കെ തകർത്ത് വരികയാണ് നോർവേ. പക്ഷേ ഇംഗ്ലണ്ടിനോട് എന്ത് ചെയ്യുന്നുള്ളത് കണ്ടറിയണം. എർലിംഗ് ഹാലൻഡിൻ്റെ മാസ്മരിക പ്രകടനങ്ങളാണ് അവരുടെ ശക്തി. ഏതായാലും 5ാമതാണ് നോർവേ വരുന്നതെങ്കിൽ 4ാമതാണ് സ്പെയിന്. പലരും ഹോട്ട് ഫേവററ്റുകളുടെ കൂട്ടത്തിലെ തലപ്പത്ത് തന്നെ പ്രതിഷ്ഠിക്കുന്ന ടീമാണ് സ്പെയിന്. സ്പെയിനിൽ ജയിച്ചാൽ പിന്നെ ഫ്രാൻസിനോട് മുട്ടേണ്ടതുണ്ട്. അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. അപ്പോൾ TYC സ്പോർട്സ് വേൾഡ് കപ്പ് സാധ്യതയിൽ സ്പെയിന് 4ാം സ്ഥാനം കൊടുക്കുമ്പോൾ 3ാമതാണ് ഇംഗ്ലണ്ട്. ഹാരി കെയ്ൻ മിന്നും ഫോമിൽ കളിക്കുന്നു. ഇംഗ്ലണ്ട് മുന്നോട്ട് കയറിയാൽ, നോർവേ തോൽപ്പിച്ച് മുന്നോട്ട് കയറിയാൽ പിന്നെ അവരുടെ എതിരാളികളായിട്ട് അർജൻറ്റീന ആയിരിക്കും. അർജൻറ്റീന മുന്നോട്ട് വരികയാണെങ്കിൽ സെമി ഫൈനലിൽ ഉണ്ടാവുക. തോമസ് ടൂഷലിൻ്റെ ടീം നന്നായിട്ട് ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2ാമതാണ് അർജൻറ്റീന. വാവ്, TYC സ്പോർട്സ് അർജൻറ്റീനക്ക് ഇത്തവണത്തെ വേൾഡ് കപ്പിലെ സാധ്യത കൊടുക്കുന്നത് 2ാമതാണ്. അവർ കയറി വന്ന വഴികളൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. എളുപ്പമാണ് വഴിയെങ്കിലും അത് അനായാസം അവർക്ക് താണ്ടാൻ പറ്റിയില്ല. കേപ്പ് വെർദെയോട് ബുദ്ധിമുട്ടി, ഈജിപ്തിനോട് അതിനേക്കാൾ പാടുപെട്ടു. പക്ഷേ മെസ്സി മാജിക് ഉണ്ടല്ലോ, 8 ഗോളുകളുമായിട്ട് മെസ്സി നടത്തിയ മാന്ത്രിക പ്രകടനം, അതാണ് അവരുടെ ശക്തി. അവർ 2ാമത് വരുമ്പോൾ 1ാമത് ഫ്രാൻസ്. അതേപോലെ തന്നെ മാന്ത്രിക പ്രകടനവുമായിട്ട് അവിടെ കിലിയൻ എംബാപ്പയുണ്ട്. ഈ വേൾഡ് കപ്പിൽ പക്ഷേ ഏറ്റവും മികച്ച രൂപത്തിൽ ആധിപത്യം പുലർത്തി മുന്നോട്ട് കുതിക്കുന്നത് ഫ്രാൻസാണ്. അവർക്കാണ് ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കുന്നത്. 1 ഫ്രാൻസ്, 2 അർജൻറ്റീന, 3 ഇംഗ്ലണ്ട്, 4 സ്പെയിന്, 5 നോർവേ, 6 ബെൽജിയം, 7 സ്വിറ്റ്സർലൻഡ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.